ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിന്ന് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു വാഹനത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഫോക്സ് വാഗൻ്റെ പുതിയ ഗോൾഫ് GTI. ഇൻ്റർനാഷണലി കുറച്ചധികം കാലമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഫോക്സ് വാഗൻ്റെ ബീറ്റിൽ കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലായിരുന്നു ഗോൾഫ്. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ പോളോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പുറത്തൊക്കെ ഗോൾഫ് ഉള്ളത്. അതായത് അവിടെ അവരുടെ ഒരു എൻട്രി ലെവൽ കാറായിട്ട് അവർ കാണുന്ന ഗോൾഫാണ്, പോളോ അല്ല. എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് ഗോൾഫാണ് പോളോയേക്കാൾ കാണാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഇന്ത്യയിൽ പക്ഷെ നമുക്ക് ഇതുവരെ ഗോൾഫ് കിട്ടിയിട്ടില്ലായിരുന്നു. പോളോ ആണ് കിട്ടുന്നത്. എൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്സ് വാഗൻ്റെ ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം പോളോ തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫോക്സ് വാഗൻ എന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയായിരുന്നു. അതുപോലെ ഇഷ്ടംപോലെ സ്പോർട്ടി ആയിട്ടുള്ള ട്രിംസിൽ നമുക്ക് പോളോ കിട്ടിയിട്ടുണ്ട്. പോളോ GT TSI ഉണ്ടായിരുന്നു, GT TDI ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജനറേഷൻ മാറാതെ തന്നെ ഏറ്റവും കൂടുതൽ എഞ്ചിൻ ഓപ്ഷൻസ് വന്ന വണ്ടിയും പോളോ തന്നെയായിരിക്കും. ഇനീഷ്യലി 1.2 MPI ഉണ്ടായിരുന്നു, 1.2 TDI ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1.5 TDI വന്നു, 1.6 TDI ഉണ്ടായിരുന്നു, പിന്നെ 1.5 TDI വന്നു, 1.2 TSI വന്നു, പിന്നെ നമ്മുടെ 1 ലിറ്റർ TSI, 1 ലിറ്റർ MPI, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ GTI വന്നു. അതും 1.8 TSI ആയിരുന്നു എന്ന് പറയണ്ട. ഞാൻ ചിലപ്പോൾ ഇതിൽ തന്നെ കുറേ എഞ്ചിൻസ് മിസ് ഔട്ടായി പോയിക്കണം. 1.6 MPI ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വന്നൊരു വണ്ടിയാണ് പോളോ. ആൻഡ് നമുക്കെല്ലാവർക്കും ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടൊരു വാഹനമാണ്. ഇപ്പോഴും റീസെയിലൊന്നും അധികം ആ വാഹനത്തിൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ല. ഏകദേശം പോളോ GTI ഒക്കെ അന്നത്തെ ആൾക്കാർ എടുത്ത വിലയിൽ തന്നെയാണ് ഇപ്പോഴും വെക്കുന്നത്. ചിലരൊക്കെ അതിലും കൂടുതൽ റേറ്റിലും ഇപ്പോൾ GTI വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഗോൾഫ് GTI വളരെ ഐക്കോണിക് ആയിട്ടുള്ള വാഹനമാണ് എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 52.999 ലാക്സിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 53 ലക്ഷം രൂപ എക്സ്-ഷോറൂം എന്ന് തന്നെ പറയാം. ഓൺ റോഡ് ഒരു 10 ലക്ഷം രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 63 ലക്ഷം രൂപയുടെ അടുത്താവുമായിരിക്കും. ആ ഒരു പ്രൈസിൽ ഗോൾഫ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി രസം എന്താണെന്ന് വെച്ചാൽ ഇവർ ടോട്ടൽ 250 വണ്ടികളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലോട്ടിൽ വരാൻ പോകുന്ന 150 വണ്ടികളാണ്. ഇത് നമ്മുടെ പോളോ GTI വന്ന പോലെ, അതായത് ആദ്യത്തെ GTI വന്ന പോലെ നമ്പേർഡ് ബാഡ്ജസ് ഒക്കെ വെച്ച് വരുമോ എന്നുള്ളത് അറിയില്ല. അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും പോളോ കൊണ്ടവർ 100 വണ്ടികൾ കൊണ്ടുവരുന്നു പറഞ്ഞ് 100 എണ്ണത്തിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 200-250 വണ്ടികളോളം ടോട്ടൽ വന്നു. ബാക്കി വന്ന വണ്ടികൾ നമ്പറില്ല. ഇഷ്ടംപോലെ GTI നമുക്ക് ഈ ഒരു എറണാകുളം സൈഡിൽ തന്നെ നോക്കിയാൽ തന്നെ 2-3 കാണാം. ഇനി അത് പോട്ടെ. ഇപ്പോൾ ഈ വണ്ടിയുടെ കേസിലാണെങ്കിൽ ആദ്യം 150 എണ്ണം കൊണ്ടുവരും. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആ 150 എണ്ണം ഓൾറെഡി സോൾഡ് ഔട്ടായി പോയി. കാരണം അവർ ഈ വണ്ടിയുടെ പ്രീ ബുക്കിംഗ് കുറച്ച് കാലം മുന്നേ തുടങ്ങിയതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ലോട്ടിലുള്ള വണ്ടി ഇനി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയില്ല. അവർ ഒന്നും കൂടെ 100 വണ്ടികളോടെ പിന്നീട് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് ഡിമാൻഡ് അനുസരിച്ച്. ഡിമാൻഡ് അനുസരിച്ച് പറയാനാണെങ്കിൽ അതിപ്പോൾ എന്താ അവർ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്ത വണ്ടികളെല്ലാം അവർ വിറ്റുപോയി, അല്ലെങ്കിൽ അത്രയും വണ്ടികളെല്ലാം ബുക്കായി പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ അവർ പറയുന്നതനുസരിച്ച് ഇനി ഒരു 100 വണ്ടിയും കൂടെ തീർച്ചയായും അവർ കൊണ്ടുവരേണ്ടതാണ്. ഇനി ഈ വണ്ടിയുടെ പ്രൈസ് പോയിന്റ് ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇല്ല. കാരണം ഈ വണ്ടി CBO ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഡബിൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ വണ്ടി വാങ്ങാൻ പറ്റുന്നത്. അതും ഡബിൾ ടാക്സ് ഇമ്പോർട്ട് ചെയ്യാനാണ് കൊടുക്കുന്നത്. അത് ഇനി പിന്നെ രജിസ്ട്രേഷന് പിന്നെ ടാക്സ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും പുറത്തൊരു 25-30 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയാണ് നമുക്കിവിടെ അതിന് ഡബിൾ റേറ്റിൽ കിട്ടുന്നത്. അപ്പോൾ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ വണ്ടി അങ്ങനെ ആരും വാല്യൂ ഫോർ മണി നോക്കിയെടുക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ ആൾക്കാരും ആ ഒരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് GTI എന്ന് പറയുമ്പം GTIയുടെ ടിപ്പിക്കൽ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇലൂമിനേറ്റഡ് ലോഗോ, പിന്നെ ഒരു റെഡ് ലൈനൊക്കെ വരുന്നുണ്ട്. അതുപോലെ അകത്ത് ടാർട്ടൻ മെറ്റീരിയലുള്ള സീറ്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യം വന്ന് പോളോ GTIയിലും ആ ഒരു സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സീറ്റ്സ് ആണെങ്കിൽ സ്പോർട്ടി ബക്കറ്റ് സീറ്റ്സ് ആണ്. ഇൻറ്റഗ്രേറ്റഡ് ഹെഡ്റെസ്റ്റൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ വളരെ നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള വാഹനമാണ്. സ്റ്റിയറിംഗിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു കോൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം വെർട്ടസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ടൈഗണിലൊക്കെ കാണുന്ന പുതിയ സ്റ്റിയറിംഗ് പോലെയാണെങ്കിലും സൈഡിലെ അൽക്കണ്ടാറ ഫെൻഷുവലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പെർഫറേറ്റഡ് ലെതറിൻ്റെ കോൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അൽക്കണ്ടാറ സീറ്റിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനാണെങ്കിൽ നമുക്ക് 2 ലിറ്റർ TSI ആണ് വരുന്നത്. E888 സീരീസിനകത്ത് വരുന്ന എഞ്ചിനാണ്. ആൻഡ് ഇത് 261 bhp ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 370 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുണ്ട്. വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. നമുക്കിപ്പം ഗോൾഫ് 6 ലൈൻ പുറത്ത് അവൈലബിൾ ആണ്, ഗോൾഫ് 6 പുറത്ത് അവൈലബിൾ ആണ്. ഓൾ വീൽ ഡ്രൈവ് ട്രിമ്മിലൊക്കെ ആ സ്ഥലത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് GTI മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 6 അവർ ഇതുവരെ ഒറിജിനൽ 6 ലൈനും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 6 ലൈൻ ഈ അടുത്ത് വന്ന ടിഗ്വാൻ 6 ലൈനാണ്. പക്ഷെ അതും പ്രോപ്പർ ഒരു ഫോക്സ് വാഗൻ R എന്ന് പറയാൻ പറ്റിയ വണ്ടിയല്ല. R എന്ന് പറയുമ്പം GTIയുടെ മുകളിൽ അവരുടെ പെർഫോമൻസ് റേറ്റിംഗിൽ വരുന്ന വണ്ടികളാണ്. എനിവേ ഇതിപ്പം ജസ്റ്റ് എനിക്ക് GTIയിലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ മിക്കവാറും ഇതിൻ്റെ മീഡിയ ഡ്രൈവും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വണ്ടിയുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. 5.9 സെക്കൻഡ്സ് ആണ് അവർ 0 to 100 ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്ന GPS അനുസരിച്ച് 250 ആണ്. പക്ഷേ 267 വരെയൊക്കെ ഇത് നമ്മുടെ നെട്രാക്ക് സ്പീഡ് വേലൊക്കെ ക്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് നമ്മുടെ ഗോൾഫ് GTIയുടെ കാര്യങ്ങൾ. ഞാൻ ഒരുപാട്
ഒരുപാട് വലിച്ചു നീട്ടിയതൊരു വളരെ വലിയ വീഡിയോ ഒന്നും ആക്കുന്നില്ല, കാരണം എൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ കാണുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.